സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, മറ്റൊരു പെട്ടി വിവാദം കൂടി വരികയാണ്. അങ്ങനെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ആദ്യം ഇത് വളരെ ബോധപൂർവമാണ്. കാരണം ഒരു വാഹനം രാത്രി പരിശോധിക്കുന്നതിലല്ല, MP-യും MLA-യുമാണ് ആ വാഹനത്തിൽ യാത്രക്കാരെന്ന് മനസ്സിലാക്കി അവരോട് ഡിക്ക് തുറക്കാൻ പറഞ്ഞു. ഡിക്ക് തുറന്നു. ഡിക്കിൽ പെട്ടി തുറക്കാൻ പറഞ്ഞു. അത് വളരെ അധികപ്പറ്റാണത്, അസാധാരണമാണ്. എത്രയോ മന്ത്രിമാരും CPM-ന്റെ ജനപ്രതിനിധികളും പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പെട്ടി തുറപ്പിച്ചിട്ടുണ്ടോ? ഇത് പാലക്കാട് ഇതുപോലെ ആസൂത്രിതമാണ്. അവഹേളിക്കാനാണ്, ജനപ്രതിനിധികളെ അവഹേളിക്കാനാണ്. ഇത് അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗം തന്നെയാണ്. പാലക്കാടിന് സമാനമായ ബോധപൂർവമുള്ള ഒരു തനിയാവർത്തനം എന്ന് പറയാമോ ശ്രീ സണ്ണി ജോസഫ്? അത് തന്നെ പാലക്കാടിന്റെ തനിയാവർത്തനമാണ്. അവഹേളിക്കപ്പെട്ടത് അവര് തന്നെയാണ്, സർക്കാർ തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഈ കാര്യത്തില് ഇപ്പോൾ അവഹേളിതരായിട്ടുള്ളത്. ഇത് ഒരു സ്വാഭാവിക പരിശോധനയുടെ ഭാഗമെന്നാണ് ഈ പോലീസുകാരുമായി ബന്ധപ്പെടുമ്പോഴും ഒപ്പം അവിടുത്തെ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി അടക്കം പറയുന്നതും ഇതിലൊന്നും CPM-ന് ബന്ധമില്ലെന്നും ഇത് സ്വാഭാവിക പരിശോധനയുടെ ഭാഗമാണെന്നും UDF വെറുതെ വിവാദം തീർക്കുകയാണ് എന്നുമാണ് പറയുന്നത്. മനസ്സിലാക്കാം, ഒരു വാഹനം പോലീസ് കൈ കാണിച്ച് നിർത്തുന്നു. സാധാരണഗതിയിൽ MP-യുടെ MLA ബോർഡ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് പരിശോധിക്കാറില്ല. കൈ കാണിച്ച് നിർത്തിയാൽ തന്നെ സാർ എന്ന് പറഞ്ഞ് കടത്തിവിടലാണ്, പോകാൻ അനുവദിക്കലാണ്. ഇത് അതല്ല. നിർത്തിയ വാഹനത്തിന്റെ ഡിക്ക് തുറക്കാൻ പറഞ്ഞു, പെട്ടി തുറക്കാൻ പറഞ്ഞു. ഇറ്റ്സ് ആൻ ഇന്റൻഷണൽ ഇൻസൾട്ട് ഇൻ ഫാക്ട്. ശ്രീ സണ്ണി ജോസഫ്, ഇനിയൊരു നിയമ പോരാട്ടത്തിന് മുതിരുന്നുണ്ടോ UDF? ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ശരി, ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു പ്ലാൻഡ് ആണ് എന്ന് കരുതുന്നുണ്ടോ അങ്ങ്? ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാക്കൂട്ടം, അവര് കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ പോലീസുകാരോട് ചോദിക്കുമ്പോഴും ഇതിപ്പോൾ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ അവിടെ വനിതാ നേതാക്കളുടെ റൂമിലൊക്കെയാണ് ഇടിച്ചു കയറി പരിശോധന നടത്തിയതും അവിടെ കള്ളപ്പണം വച്ചിട്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇതിലിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിനായിരുന്നു പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു സ്വാഭാവികമായ പരിശോധനയുടെ ഭാഗമാണ്, തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ ഉണ്ടാകാറുണ്ട് എന്നതിനെ പറഞ്ഞ് ലഘൂകരിക്കുകയാണ്. ഇത് അസാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഹനം കൈ കാണിച്ച് നിർത്താം, ആരുടേതാണെന്ന് മനസ്സിലാക്കാതെ കൈ കാണിച്ച് നിർത്താം. കൈ കാണിച്ച് നിർത്തി വാഹനം MP-യും MLA-യും സഞ്ചരിച്ചതാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രചരണത്തിന് വരുന്നവരാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ഡിക്കി തുറക്കണം, അതിലെ പെട്ടി തുറക്കണം എന്ന് ആവശ്യപ്പെടുന്നത്, അതിന് പറയുന്നത് അത് ദുരുദ്ദേശത്തിലാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ പാലക്കാട് ഒരു പെട്ടി വിവാദം ക്രിയേറ്റഡ് ആയെങ്കിലും അത് തിരഞ്ഞെടുപ്പ് കളത്തിൽ CPM-നെ ഒരു തരത്തിലും സഹായിച്ചില്ല എന്ന് വേണം നമ്മൾ ആ തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കളി നിലമ്പൂരിൽ CPM-ന്റെ അറിവോടുകൂടി നടക്കുമെന്നൊക്കെ കരുതുന്നു. പാലക്കാടിന്റെ തനി ആവർത്തനം ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും കാണും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സണ്ണി ജോസഫ് നമുക്കിപ്പം ചേർന്നതിന്.